ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ വീട്ടിലൂണിൻ്റെയും നാട്ടിലൂണിൻ്റെയും വാഴയിലൂണിൻ്റെയും ഒക്കെ വീഡിയോസാണല്ലോ പൊതുവെ ഇടാറുള്ളത്. അപ്പോൾ ഇന്ന് അതിൽ നിന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് സത്യം പറഞ്ഞാൽ ബിരിയാണി കഴിക്കാനായിരുന്നു ക്രേവിങ്സ്. ഇതിപ്പോൾ സമയം ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഹോട്ടലിൽ മീൻസ് ആരുമില്ലാത്ത ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് പേരുണ്ടായിരുന്നു. അവരെല്ലാം കഴിച്ച് പോവുകയാണ് ചെയ്തത്. ഞാൻ ഒരു എഗ് ബിരിയാണിയും ഒരു ചിക്കൻ ദം ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. എൻ്റെ ഹസ്ബൻഡ് എഗിറ്റേറിയനാണ്, അതായത് മുട്ട മാത്രം കഴിക്കുന്ന വെജ് ഉണ്ടല്ലോ, ആ കാറ്റഗറിയിൽ പെടുന്ന ആളാണ്. അപ്പോൾ ചിക്കൻ ബിരിയാണി ദം ബിരിയാണിയാണ് പറഞ്ഞത്. ഒരു അത്യാവശ്യം 3 വലിയ പീസ് ഉണ്ടായിരുന്നു. ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല കിടിലൻ ടേസ്റ്റായിരുന്നു. പക്ഷേ കൈമ റൈസിൻ്റെ ബിരിയാണിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ അരി കുറച്ച് വെന്ത് പോയി. എനിക്കിങ്ങനെ ഓരോ അരിമണികളും ഇങ്ങനെ വേറിട്ട് നിൽക്കുന്ന ബിരിയാണിയാണ് ഇഷ്ടം. സാധാരണ ഞാൻ ട്രിവാൻഡ്രം സൈഡിൽ നിന്ന് അങ്ങനെ ബിരിയാണി കഴിക്കാറില്ല. കാരണം നമ്മുടെ മലബാർ ബിരിയാണിയാണ് ഏറ്റവും ടേസ്റ്റ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ കോഴിക്കോട് കണ്ണൂരുള്ള ബിരിയാണി. മലപ്പുറത്തിനേക്കാളും കൂടുതൽ എനിക്ക് കോഴിക്കോട് കണ്ണൂർ ആ ഒരു ഭാഗത്തുള്ള ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം. ഇവിടുത്തെ ബിരിയാണിയിൽ, അതായത് തിരുവനന്തപുരം കൊല്ലം ആ സൈഡിലേക്കൊക്കെ ഉള്ള ബിരിയാണിയിൽ ഇവർ ഈ മറ്റേ പൈനാപ്പിൾ എസൻസ് അല്ലെങ്കിൽ പൈനാപ്പിൾ അല്ലെങ്കിൽ എന്താ പറയുക, വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അത് ബിരിയാണി ആണോ എന്ന് വെച്ചാൽ ആണ്, എന്നാൽ അല്ലേന്ന് വെച്ചാൽ അല്ല. ആ ഒരു അവസ്ഥയാണ്. ഞാൻ ഇതുവരെ തിരുവനന്തപുരത്തുനിന്ന് ബിരിയാണി കഴിച്ചിട്ട് എനിക്കങ്ങനെ എവിടെ നിന്നും എൻ്റെ ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടൊന്നുമില്ല. ഇത് എനിക്കൊരു ആവറേജ് ഫീലാണ് ഉണ്ടായത്. ചിക്കൻ പക്ഷേ കിട്ടില്ല, ടേസ്റ്റായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അരി കുറച്ചുകൂടെ വെന്ത് പോയി, അതാണ് പറ്റിയ അബദ്ധം. 160 രൂപയാണ് ഒരു ബിരിയാണിക്കായത്. റേറ്റ് വലിയ കൂടുതലായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇപ്പോൾ എല്ലായിടത്തും ബിരിയാണിക്കൊക്കെ നല്ല വിലയാണല്ലോ. ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ എപ്പോഴൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം അത് ഫ്ലോപ്പായിട്ടുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ഏത് സൈഡത്തെ ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം എന്നുള്ളത്. ചിലർക്ക് അവനവൻ ഉണ്ടാക്കുന്ന ബിരിയാണി ആയിരിക്കും ഇഷ്ടം. പക്ഷെ ഞാൻ ഇതുവരെ ബിരിയാണി ഉണ്ടാക്കിയിട്ട് സക്സസ് ആയിട്ടില്ല. എന്താണെന്ന് എനിക്കറിയില്ല. സംഭവം എളുപ്പമൊക്കെ തന്നെയാണ്. ഞാൻ ട്രൈ ചെയ്യുമ്പോഴൊക്കെ അതിന് എന്തെങ്കിലും ഒരു കുറവുണ്ടാവും. ഞാൻ എന്നിട്ട് എൻ്റെ നൈബേഴ്സിനോട് പറഞ്ഞിട്ട് സാധനം മേടിച്ച് കൊടുത്തിട്ട് അവരെ കൊണ്ടാണ് ഉണ്ടാക്കിപ്പിക്കാറുള്ളത്. ആ റെസിപ്പി ഞാൻ വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കഴിച്ച ബിരിയാണിയിൽ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബിരിയാണി എവിടുത്തെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വെഞ്ഞാറമൂട് ടേസ്റ്റ് ഓഫ് നെല്ലനാടിലാണ്.